ശബരിമല യുവതീ പ്രവേശന വിഷയം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. 2018 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ മാധ്യമങ്ങളും പ്രേക്ഷകരും ഭക്തരുമെല്ലാം അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് 7 വർഷത്തിന് ശേഷം ഈ വിഷയം പരിഗണിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും നിലപാട് വ്യക്തമാക്കേണ്ടതായി വരും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും സർക്കാർ സത്യവാങ്മൂലം തിരുത്തുമോ എന്നറിയാനാണ്. ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധനാ ഹർജി മാത്രമല്ല, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങളടങ്ങുന്ന 67 ഹർജികളാണ് കോടതിക്ക് മുന്നിൽ എത്തുന്നത്. ശബരിമലയ്ക്ക് പുറമെ മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, ഷിയ മുസ്ലിങ്ങളുടെ ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ചേലാകർമ്മം, ഇങ്ങനെയുള്ള പൊതു നിയമ പ്രശ്നങ്ങളാണ് 9-അംഗ ബെഞ്ച് പരിഗണിക്കുക എന്നാണ് അറിയാനാവുന്നത്. ഈ 9-അംഗ ബെഞ്ചിൻ്റെ വിധിക്ക് അനുസൃതമായി 5-അംഗ ബെഞ്ച് വീണ്ടും ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കാനാണ് സാധ്യത കാണുന്നത്. അങ്ങനെയാണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്. അതുകൂടാതെ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത വിശേഷങ്ങളുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക വിവരങ്ങൾ, ഒട്ടേറെ വിവരങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാർത്താ ദിനമാണ് ഇന്ന്. അതിലേക്കൊക്കെ പെട്ടെന്ന് വരാം പ്രധാന തലക്കെട്ടുകൾ നോക്കിയതിന് ശേഷം. ശബരിമല യുവതീ പ്രവേശനത്തിൽ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. 7 വർഷത്തിന് ശേഷം വിഷയം പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. കോടതിക്ക് മുന്നിലെത്തുന്നത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67 ഹർജികൾ. 9-അംഗ ബെഞ്ച് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയേക്കും. സത്യവാങ്മൂലം സർക്കാർ തിരുത്തുമോ എന്നതിൽ ആകാംക്ഷ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി മുന്നണികൾ. KPCCയുടെ നിർണായക യോഗം ഇന്ന്. MV ഗോവിന്ദന്റെ വികസന മുന്നേറ്റ ജാഥ തൃത്താലയിൽ, NDAയുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ. സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. സമരവുമായി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിന് തുടക്കം. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് അവയവദാനം ഇരട്ടിയായി വർദ്ധിച്ചെന്ന് വിവരാവകാശ രേഖ. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ വിധി മരവിപ്പിക്കണമെന്ന ഉപഹർജിയിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി നിയമപരമായി നിലനിൽക്കില്ലെന്ന് ആന്റണി രാജു. വിധി പറയുന്നത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ സൂപ്പർ 8-ൽ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാനെ 114 റൺസിന് പുറത്താക്കി ഇന്ത്യൻ ബൗളർമാർ. അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷൻ കളിയിലെ താരം. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. തെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയത്തിൽ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ 7 വർഷത്തിന് ശേഷം ഇന്നിപ്പോൾ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ പോവുകയാണ് സുപ്രീം കോടതി. ഇനിയിപ്പോൾ അറിയേണ്ടത്, നമ്മുടെ സർക്കാർ, സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലമുണ്ടല്ലോ, അതിലൊരു തിരുത്ത് അത് പ്രതീക്ഷിക്കാമോ? നിയമമന്ത്രി ഇന്നലെയൊക്കെ പറഞ്ഞത് അതിനൊക്കെ സമയമില്ലേ എന്നാണ് ചോദിച്ചത്. സമയമില്ലേ എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. കോടതി ഇന്നത് എടുക്കുന്നു എന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ ഒരു നടപടി? ആ സത്യവാങ്മൂലത്തിലൊരു തിരുത്ത് അത് പ്രതീക്ഷിക്കാമോ നമുക്ക്? തീർച്ചയായും കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സർക്കാരിന് വിശ്വാസികളുടെ നഷ്ടപ്പെട്ട വിശ്വാസം എങ്ങനെ തിരിച്ചെടുക്കാമെന്നതിന് ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി അതുപോലും വെട്ടിലാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളാന്റെ പിന്നാലെ വരുന്നു. അതിൽ കടുത്ത സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലുമായിരിക്കുന്നു സർക്കാർ. ഈ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ശബരിമല പുനഃപരിശോധന, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ വരുന്നത്. അത് സർക്കാരിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഘാതമെന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഈ സമയത്ത്, ഈ വിജ്ഞാപനത്തിന് തൊട്ടരികിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഏറ്റവും അധികം വിവാദമായ, സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമായൊരു വിഷയമാണ്. ഇടതുമുന്നണി സർക്കാരിൻ്റെ, നമുക്കറിയാം പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ തിരിച്ചടി ഉണ്ടായത് എന്നതൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിലാണ്.
അത് തന്നെ ഏറ്റവും നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വരുമ്പോൾ സർക്കാർ എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും ആകാംക്ഷയോട് കൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇന്നിപ്പോൾ ഈ ബെഞ്ച് പരിഗണനയ്ക്ക് വരുമ്പോൾ ഇന്ന് തന്നെ സർക്കാരിൻ്റെ ഒരു നിലപാട് അറിയിക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല. ഇതൊരു ഏത് സമയത്ത് ഇതിൻ്റെ ഒരു വിധി, ഇതിൻ്റെ തീയതികൾ തീരുമാനിക്കുന്ന അടക്കമുള്ള നിലപാടുകളായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകുക. ഒപ്പം തന്നെയും ഇതിൽ സർക്കാരിൻ്റെ അതായത് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ സർക്കാരിൻ്റെ സത്യവാങ്മൂലം പോലും ഇന്ന് പരിഗണിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല. ഇതൊരു ബെഞ്ചിലേക്ക് വരുന്നു, സുപ്രീം കോടതി ബെഞ്ചിലേക്ക് ഇത് വരുന്നു എന്ന് മാത്രമാണ് ഈ പുനഃപരിശോധന ഹർജി. ആ ഒരു ആശ്വാസത്തിലാണ് CPM. പക്ഷേ എന്ത് തന്നെ ആയാലും, അതായത് ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു പുനഃപരിശോധന ഹർജി സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ രാഷ്ട്രീയത അത് വലിയ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷം സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. കാരണം സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ്. എന്നാൽ തൊട്ടു മുന്നേ ഇരുന്ന ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വളരെ പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ കാലയളവിൽ പറഞ്ഞതാണ് ആ പുനഃപരിശോധന ഹർജി തിരുത്തുമെന്നും ആ നിലപാട് മാറ്റി സർക്കാർ കൊടുക്കുമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അതേപടി അനുസരിക്കുമോ അല്ലെങ്കിൽ ആ നിലപാടായിരിക്കുമോ സർക്കാർ എന്ന ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നത് പ്രതിപക്ഷം ഒരു ഭാഗത്ത്. അതിനപ്പുറത്തേക്ക് NSSും ശക്തമായ രീതിയിലൊരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായത്. ആ സത്യവാങ്മൂലത്തിന്റെ മുൻ നിലപാട് സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും G. സുകുമാരൻ നായർ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ NSS സർക്കാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വേളയിൽ NSSന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, ഇതൊക്കെ തന്നെ സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കുകയാണ്. എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും പാർട്ടിയും CPMലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് ഒരുപക്ഷെ ഇന്ന് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ ഒന്നും വന്നില്ല എങ്കിൽ പോലും തുടർ ദിവസങ്ങളിൽ എന്ത് നിലപാടുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഇനി ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഒന്നുമല്ല ഈ അടുത്ത വാദത്തിലേക്കോ ഹിയറിംഗിലേക്കോ പോകുന്നതെങ്കിൽ കൂടിയും ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സജീവമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും നിലനിർത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീണ്ടും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും മറ്റു പല ഹർജികളും ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ എടുക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങളാണ് അതൊക്കെ. 67 ഹർജികൾ ഉണ്ടെന്നാണ് എനിക്ക് അറിയാനായത്. അതിൽ ശ്രദ്ധേയമായ മറ്റൊന്ന് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനമാണ്. അത് രാഷ്ട്രീയ കേരളത്തിലും ചർച്ചയാവേണ്ട ഒന്ന് തന്നെയാണ്. ശബരിമല ഉള്ളതുകൊണ്ടായിരിക്കും അതിലേക്ക് കൂടുതൽ കടക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം ഇതെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല പോലെ തന്നെ എന്തെങ്കിലും ലഭിക്കുകയുണ്ടായോ ഇതിനോടകം? ഇല്ല മായ, നിലവിലെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ ചർച്ചകളോ ഒന്നും തന്നെ നിലവിൽ സംസ്ഥാനം കേന്ദ്രീകരിച്ചൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിലേക്കൊന്നും ശ്രദ്ധ പോകുന്നില്ല. ശ്രദ്ധ മുഴുവനും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി വരുമ്പോൾ, പുനഃപരിശോധന ഹർജി വരുമ്പോൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾ മുഴുവനും നടക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചൂടേറിയ ഒരു ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് ഈ ഒരു സമയമാണ്, തെരഞ്ഞെടുപ്പ് വേള ആയതുകൊണ്ട് സർക്കാരിന്റെ നിലപാട് എന്താകുമെന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ്. നിയമമന്ത്രി P. രാജീവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതങ്ങനെ അത്ര കണ്ട് വേഗത്തിൽ പൊടുന്നനെ എടുക്കാൻ പറ്റുന്ന നിലപാടല്ല, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. എന്ത് നിലപാട് സ്വീകരിക്കും? സർക്കാരിനെ സംബന്ധിച്ച് ആ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിശ്വാസികൾ ഒപ്പം നിൽക്കുന്ന വിശ്വാസമൊക്കെ തന്നെ ചെയ്യുമ്പോൾ വിശ്വാസികൾ അകന്നു പോകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ നിലപാട് മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ അത് ആയുധമാക്കാം. ആ നിലപാടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആ നിലപാടിൽ നിന്നൊക്കെ സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി വ്യതിചലിച്ചു എന്ന രീതിയിലൊരു ആക്ഷേപം സർക്കാർ നേരിടേണ്ടി വരും. അതൊക്കെ കൊണ്ട് എന്ത് നിലപാട്, ഏതെങ്കിലും ഒരു നിലപാട് സർക്കാർ ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. മാറാത്തതായി ഒന്നുമില്ല എന്നാണ് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ സത്യവാങ്മൂലത്തിൽ നിലപാട് സ്വീകരിക്കും എന്ന് ചോദിക്കുമ്പോൾ മാറാത്തതായി ഒന്നുമില്ലല്ലോ, വിശ്വാസികളെ സംരക്ഷിക്കും, CPM ആയാലും സർക്കാരായാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് തന്നെയാണ്. ഈ ഒരു വേളയിലാണ് എന്ത് നിലപാട് CPMും സർക്കാരും സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും അധികം ആകാംക്ഷ ജനിപ്പിക്കുന്നത്. ശരി, അൻഫിൽഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുമോ എന്നറിയാനാണ് ഭക്തരും രാഷ്ട്രീയ കേരളവും ഒക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഇന്നു മുതൽ സ്തംഭിപ്പിക്കും. ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിന് തുടക്കമാവുകയാണ്. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും പാലിക്കാത്തതിനെ തുടർന്നാണ് KGMCTയെ സമരം കടുപ്പിക്കുന്നത്. വിവരങ്ങളുമായി ലക്ഷ്മിയുണ്ട് ഇപ്പോൾ. ലക്ഷ്മി, സർക്കാർ ഡോക്ടർമാർ
പല ആവശ്യങ്ങളും ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഏറെയായി. പലപ്പോഴും സമരത്തിലേക്കൊക്കെ കടന്നു. ഇന്നു മുതൽ സമരം കടുപ്പിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. KGMCTയെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? മായ, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി തന്നെ ഡോക്ടർമാർ സമരം ചെയ്തിരുന്നു. അതായത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഡോക്ടർമാർ സമരത്തിലേക്ക് കടന്നത്. എന്നാൽ സർക്കാർ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. ഈ ചർച്ച നടന്നതിനെ തുടർന്ന് ഈ ഇത്തരത്തിൽ ഒരു സമരത്തിൽ നിന്ന് ഡോക്ടർമാർ പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമരവുമായി ചർച്ചയിൽ തന്നെ സർക്കാർ പല വാഗ്ദാനങ്ങളും ഡോക്ടർമാർക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു ആനുകൂല്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ട് അത് നൽകിയിട്ടില്ല എന്നാരോപിച്ചാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ സമരം കടുപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും ഇന്നു മുതൽ OP അനിശ്ചിതകാലത്തേക്ക് സ്തംഭിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 19-ാം തീയതി മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കാനുള്ള നീക്കത്തിലേക്ക് അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സംഘടന കടക്കുന്നുണ്ട്. എന്നാൽ അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു നടപടി, അതായത് ഡോക്ടർമാരുടെ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനജീവിതത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാർ ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് കടക്കുമ്പോൾ അത് ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുമായ. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഇന്നു മുതൽ സ്തംഭിക്കും. ഡോക്ടർമാർ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 2016 മുതൽ 2025 വരെയുള്ള LDF സർക്കാരുകളുടെ കാലത്ത് സംസ്ഥാനത്ത് അവയവദാനം വർദ്ധിച്ചതായി വിവരാവകാശ രേഖകൾ പറയുന്നു. തൊട്ടുമുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കാൾ ഇരട്ടിയിലധികം ശസ്ത്രക്രിയകളാണ് സർക്കാർ ആശുപത്രികളിൽ നടന്നത്. കൂടാതെ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന അവയവ ശസ്ത്രക്രിയകൾക്ക് സർക്കാർ ഫീസ് നിശ്ചയിച്ചിട്ടില്ല എന്നും RTI മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ നടന്നിട്ടുള്ള ഹൃദയ, കരൾ, വൃക്ക ശസ്ത്രക്രിയകളുടെ വിശദാംശങ്ങളാണ് വിവരാവകാശ രേഖയിലൂടെ ലഭിച്ചിരിക്കുന്നത്. 2011-16 കാലയളവിലെ 5 വർഷക്കാലം സർക്കാർ ആശുപത്രികളിൽ ആകെ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയും ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ 507 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടന്നു. 2016-2025 കാലഘട്ടത്തിലെ 9 വർഷക്കാലം സർക്കാർ ആശുപത്രികളിൽ 12 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് നടന്നത്. 13 കരൾ ശസ്ത്രക്രിയകൾ നടന്നപ്പോൾ വൃക്ക മാറ്റിവെക്കൽ നടന്നത് 714 എണ്ണമാണ്. 9 വർഷത്തെ കണക്കായതിനാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ കുറവ് വന്നിട്ടുണ്ട്. അത് ഈ സംസ്ഥാന സർക്കാർ ആശുപത്രി രംഗത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് നമുക്കിത് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഏറ്റവും അവസാനം തന്നെ ജനറൽ ആശുപത്രി നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ അത് നല്ലൊരു ഫലഭാഗത്തിലെത്തിയെങ്കിലും അതിൻ്റെ കോംപ്ലിക്കേഷനിലാണ് 30 ദിവസത്തിന് ശേഷം ആ രോഗി മരണപ്പെടുന്നത്. അപ്പോൾ അത് സംസ്ഥാനത്ത് ആരോഗ്യരംഗം ഒരു കുതിച്ചുചാട്ടം നടത്തിയത് നമുക്ക് ഈ 2 സർക്കാരിൻ്റെയും കാലത്ത് അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ കഴിഞ്ഞ 9 വർഷത്തിൽ 37 ഹൃദയ ശസ്ത്രക്രിയകൾ നടന്നു. 2550 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും 8041 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുമാണ് ഇക്കാലയളവിൽ സ്വകാര്യ മേഖലയിൽ നടന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം എന്നിവയാണ് സർക്കാർ മേഖലയിൽ ഹൃദയം മാറ്റിവെക്കാൻ കഴിയുന്ന ആശുപത്രികൾ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, കോട്ടയം എന്നിവിടങ്ങളിൽ കരൾ മാറ്റിവെക്കാൻ അനുമതിയുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രി, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, TD ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ സാധിക്കും. സർക്കാർ ആശുപത്രികളിൽ അവയവ ശസ്ത്രക്രിയയ്ക്ക് ഫീസ് വാങ്ങാറില്ല. അതേസമയം സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സർക്കാർ ഫീസ് നിശ്ചയിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, കൊച്ചി. മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപഹർജിയിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാവും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കേസിലെ തടവും ശിക്ഷയും പിഴയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആന്റണി രാജു ഉപഹർജി സമർപ്പിച്ചത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച ശിക്ഷ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് ആന്റണി രാജുവിന്റെ വാദം. 3 വർഷം തടവ് ശിക്ഷയും 10,000 രൂപ പിഴയുമാണ് ആന്റണി രാജുവിന് കോടതി വിധിച്ചത്. ഈ വിധി ജില്ലാ സെഷൻസ് കോടതി മരവിപ്പിച്ചിരുന്നു.
കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് KPCC ആസ്ഥാനത്ത് ചേരാൻ പോവുകയാണ്. രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ഇന്നിപ്പോൾ KPCCയുടെ യോഗമുണ്ട്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതും കൂടിയാണ്. പക്ഷേ അതിന് മുന്നോടിയായി ഇന്നലെ പെട്ടെന്നൊരു അടിയന്തരമായൊരു യോഗമൊക്കെ ഉണ്ടായി കൊച്ചിയിൽ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു രേഖ അത് അവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയമാണ്. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം പോലും വന്നിട്ടില്ല. ആരൊക്കെ എന്തൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇന്നലെ ആ തീരുമാനിച്ച കാര്യങ്ങൾ അത് ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ ആക്കുക അതന്നെയല്ലേ ഉണ്ടാവുക. ഇന്ന് വിശാലമായ ഒരു യോഗമാണ് ഇന്ന് ചേരുന്നത് KPCC ആസ്ഥാനത്ത്. അതായത് രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷത. ഇന്നലെ ഒരു അനൗദ്യോഗികമായി ഇവരൊരു കൂടിച്ചേരൽ മാത്രമാണ് കൊച്ചിയിൽ നടന്നത്. അതായത് ഈ നേതാക്കളൊക്കെ തന്നെ ഒരുമിച്ച് സതീശന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് VD സതീശൻ അവിടെ എത്തിയപ്പോൾ ACC ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, KPCC അധ്യക്ഷൻ. അപ്പോൾ ഇവരൊരു അനൗദ്യോഗികമായ ഒരു നേതാക്കൾ തമ്മിലൊരു കൂടിക്കാഴ്ച, ഒരു ചർച്ചയും ഒക്കെ നടന്ന് ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ, അതായത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എവിടെ എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് ചേരുന്നത് വിശാലമായ ഒരു KPCCയുടെ യോഗമാണ്. ആ യോഗത്തിൽ DCC അധ്യക്ഷന്മാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കും. ചർച്ചകൾ വളരെ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല, ഇത് ഔദ്യോഗികമായ ഒരു യോഗമാണ്. രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി നിശ്ചയിച്ചതിന് ശേഷം ചേരുന്ന യോഗമാണ്. രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗമാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളൊക്കെ ഇന്നത്തെ യോഗത്തിലുണ്ട്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടി ആദ്യമായി ചേരുന്ന ഔദ്യോഗികമായ യോഗം കൂടിയാണ്. ഒന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ എത്രയും വേഗം പ്രഖ്യാപിക്കുക, അതാണ് ഈ യോഗത്തിന്റെ അജണ്ട. അതായത് VD സതീശന്റെ യാത്ര 6-ാം തീയതി മാർച്ച് 6-ന് തീരുകയാണ്. അതിന് മുമ്പ് തന്നെ ഇതിൽ ഒന്നാം ഘട്ട പ്രഖ്യാപനം നടത്തണമെന്നാണ്. ഇപ്പോൾ വിജ്ഞാപനമൊക്കെ ഏറെക്കുറെ മാർച്ച് ആദ്യ വാരം ഉണ്ടാകുമെന്നാണ് എല്ലാവരും രാഷ്ട്രീയ നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിജ്ഞാപനത്തോട് തൊട്ട് മുന്നെയോ ആ സമയത്ത് തന്നെ ഒന്നാം ഘട്ട പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നിലവിലെ സിറ്റിംഗ് MLA-മാരും SC/ST സംവരണമുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക. നിലവിലെ സിറ്റിംഗ് MLA നമ്മൾ നേരത്തെ തന്നെ അറിയാവുന്നതുപോലെ 21-ൽ 2ഇടത്ത്, പാലക്കാടും അപ്പോൾ തൃപ്പൂണിത്തുറ K ബാബുവും ഒഴികെ മറ്റെല്ലായിടത്തും ഏറെക്കുറെ സിറ്റിംഗ് MLA തന്നെയാവും മത്സരിക്കുക. ആ പ്രഖ്യാപനവും നടത്തും. ഒപ്പം തന്നെ SC/ST സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ, ഇതാണ് ഒന്നാം ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു കൃത്യമായ ഒരു കൃത്യത വരുത്താൻ വേണ്ടി ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതോടൊപ്പം ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് K മുരളീധരൻ അടക്കമുള്ള നേതാക്കളുണ്ട്. ഇവരൊക്കെ എവിടെ മത്സരിക്കും? K മുരളീധരൻ വട്ടിയൂർക്കാവ് എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഇക്കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ സീനിയർ നേതാക്കന്മാരിൽ ഇപ്പോൾ MM ഹസന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തമ്മിൽ ഒരു ചർച്ചകൾ വളരെ സജീവമായി നടക്കുകയാണ്. MM ഹസനെ എവിടെ നിർത്തണമെന്ന് നേമത്ത് പോലെ MM ഹസന്റെ പേര് അരുവിക്കര ചർച്ച ചെയ്തിരുന്നു. അതിനൊപ്പം നേമത്ത് പോലെ MM ഹസന്റെ പേരിൽ ചില ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിൽ MM ഹസൻ നിൽക്കണമോ എന്ന കാര്യത്തിൽ പോലും വ്യക്തത വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം താല്പര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിനാണ് തീരുമാനം വിട്ടിരിക്കുന്നത്. ഈ രീതിയിലൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. VS ശിവകുമാർ എവിടെ മത്സരിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു തർക്കം. കാരണം VS ശിവകുമാർ മത്സരിച്ചേ മതിയാകും, അദ്ദേഹം മത്സരിക്കണമെന്നും തിരുവനന്തപുരം സെൻട്രലിന് വേണ്ടിയൊക്കെ പിടിവാശി കൂടി നിൽക്കുന്നൊരു സാഹചര്യമൊക്കെയാണ്. അതുപോലൊപ്പം തന്നെ MP-മാർ ആരെങ്കിലും മത്സരിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഈ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ പേരുകളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നൊരു സാഹചര്യം. അടൂർ പ്രകാശിന്റെ പേരുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ MP-മാർ ആരെങ്കിലും മത്സരിക്കേണ്ടതുണ്ടോ, മത്സരിച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത, ഇത്തരം ചർച്ചകളും ഇന്നത്തെ അജണ്ടയിലുണ്ട്. ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം MP-മാർ ആരെങ്കിലും മത്സരിക്കണമെന്നൊരു ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹൈക്കമാൻഡിന് വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശമുള്ളതാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും എതിരഭിപ്രായം നേതൃത്വത്തിൽ. ശരി, അൽഫ്രഡ് ഡിസൂസയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് KPCC ആസ്ഥാനത്ത് ചേരാൻ പോവുകയാണ്. NDA സംസ്ഥാന നേതൃ ക്യാമ്പ് ഇന്ന് കൊച്ചിയിൽ നടക്കും. രാവിലെ 9-ന് കളമശ്ശേരി ചാക്കോളാസ് കൺവെൻഷൻ സെന്ററിൽ NDA സംസ്ഥാന ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്യും.
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ കേരളത്തിലെ വികസന മുന്നേറ്റ ജാഥ ഇന്ന് സമാപിക്കും. പാലക്കാട് പര്യടനം തുടരുന്ന ജാഥ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തരൂരാണ് സമാപിക്കുന്നത്. ജാഥയുടെ അവസാന ദിവസമായി ഇന്ന് ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. വടക്കൻ കേരളത്തിലെ വികസന നേട്ടങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് ജാഥ കടന്നു പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ LDFന്റെ വിജയസാധ്യതകൾ പങ്കുവച്ചുകൊണ്ട് അമ്പലപ്പുഴ MLA H. സലാം 9 നിയോജക മണ്ഡലങ്ങളിലും വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്നും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് പ്രചാരണ ആയുധമായി അവതരിപ്പിക്കുന്നത് എന്നും H. സലാം അമൃത ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നണികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ല സംബന്ധിച്ച് ആലപ്പുഴയിൽ അമ്പലപ്പുഴ മണ്ഡലം ഏറെ വികസനം കണ്ട ഒരു 5 വർഷമാണ് കടന്നു പോകുന്നത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിജയപ്രതീക്ഷയും ഒപ്പം വികസന നേട്ടങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മളോട് പ്രതികരിക്കാൻ ഇപ്പോൾ അമൃത വാർത്തകൾക്കൊപ്പം അമ്പലപ്പുഴ MLA H. സലാം ചേരുന്നുണ്ട്. സലാമൊക്കെ എങ്ങനെയാണ് ഒരു പ്രവർത്തനം, അതിൻ്റെ ഒരു 5 വർഷം നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നൊരു കാര്യം. അത് 5 വർഷം മാത്രമല്ല, 10 വർഷക്കാലം, 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാരും കൂടി ചേർന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ വികസനത്തിൻ്റെ കുതിപ്പാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. പഴയ കാലത്തെല്ലാം ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പലപ്പോഴും വലതുപക്ഷം ആക്ഷേപിച്ച് പോന്നിരുന്ന കാര്യം ഇടതുപക്ഷ ഗവൺമെൻറ് ക്ഷേമം കാര്യമൊക്കെ നോക്കി പോകുന്നൊരു ഗവൺമെൻറ്റാണ്. ഒരു ഡെവലപ്മെൻറ്റ്സിലേക്ക് ശ്രദ്ധിക്കാത്ത ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ കാലത്തിനനുസൃതമായി മാറാത്ത ഒരു നില പലപ്പോഴും ഇടതുപക്ഷം കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ പദ്ധതി ഉണ്ടാവാറില്ല എന്നാണ്. എന്നാൽ ഇന്ന് 10 വർഷക്കാലത്തെ കേരളത്തിൻ്റെ അനുഭവം എല്ലാ മേഖലകളിലും ഒരു കാലത്തിന് അനുയോജ്യമായി സഞ്ചരിക്കുന്ന ഗവൺമെൻറ്റായി പിണറായി വിജയൻ ഗവൺമെൻറ് മാറി എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടി ഈ ഒരു നിയമസഭയിൽ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം സാധ്യത. ഇപ്പോൾ ജാഥയിൽ ഞങ്ങൾ പോയപ്പോൾ ഈ തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. കാര്യം ഈ പ്രാദേശികമായ ചില ഘടകങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ പ്രാദേശികമായ ചില സംഗതികളൊക്കെ ഇതിൻ്റെ ഒരു ഘടകങ്ങളാണ്, അത് നിങ്ങൾക്കറിയുമല്ലോ. പക്ഷേ ടോട്ടൽ വോട്ട് നമ്മൾ നോക്കുമ്പോൾ പഞ്ചായത്തിൽ ലഭിച്ച വോട്ട് നോക്കിയാൽ 4500 വോട്ടിന് മേലെ ഭൂരിപക്ഷമാണ്. അപ്പോൾ മുൻപും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമാണ് എല്ലാ പഞ്ചായത്തിനും നമുക്ക് ലഭിച്ചത്. ആലപ്പുഴ നഗരസഭ തന്നെ 1 സീറ്റ് വ്യത്യാസത്തിലാണ് UDF ജയിച്ചത്. ഇപ്പോൾ അതിൽ തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ ഭാഗത്ത് ഉള്ള വാർഡുകളിൽ 12 LDFും 10 UDFുമാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഭാഗത്ത് വരുന്ന 2 കൂടുതൽ LDFിനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ്. തദ്ദേശ ഇലക്ഷൻ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഘടകങ്ങളുണ്ട്. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുരാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരും. എല്ലാ നിലയ്ക്കും നമുക്ക് ഇപ്പോൾ 40 കേന്ദ്രങ്ങളിൽ പോയി നമ്മുടെ ജാഥ. ചിലയിടത്തെല്ലാം എനിക്ക് ഉള്ള അനുഭവം എന്ന് പറയുന്നത് ഈ 40 പോയിന്റിൽ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് ചെയ്ത വികസന കാര്യം ഇതാണ് എന്ന് ചൂണ്ടിപ്പറയാൻ പറ്റുന്ന വികസന കാര്യം ഉണ്ടായി. ഒന്നുകിൽ റോഡ്, അല്ലെങ്കിൽ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു അംഗനവാടി, എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും. ഏത് പോയിന്റ് പോയി സംസാരിച്ചാലും സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഈ ഒരു വികസനത്തിന് തുടർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അപ്രസക്തമാണെന്നറിയാം, എങ്കിൽ പോലും ഇതൊരു തുടർച്ച കൂടെ ഉണ്ടാകണമല്ലോ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിട്ട്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയാണ് പൊതുവെ തീരുമാനിക്കേണ്ട കാര്യം. ഞങ്ങളത് ആലോചിച്ചിട്ട് പോലും ഇതുവരെ ഒരു കമ്മിറ്റിയിലും, ഇപ്പോൾ ചില ചാനലുകാരൊക്കെ ഇങ്ങനെ ഇന്നയാളായിരിക്കും മറ്റേയാളായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു ആ റിപ്പോർട്ടർക്ക് തോന്നുന്ന അങ്ങ് പറയുക. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. റിപ്പോർട്ടറുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനത്ത് ഇന്നയാളായിരിക്കും, അതിന് വലിയ ആയുസൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പ്രധാനമാണ്. വ്യക്തികളൊക്കെ പ്രധാന രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ വോട്ട് കണക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് മുൻപ് മത്സരിച്ച് ബഹുമാനപ്പെട്ട സുധാകരൻ സാറാണ്. ധാരാളം വികസന കാര്യം ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് അവസാനം മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ട് 63,000 ചില്ലാൻ വോട്ടാണ്. 63,069 മറ്റാന്ന് തോന്നുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ട് 61,000 ചില്ലാനാണ്. എന്ന് വെച്ചാൽ ഒരു 2000 വോട്ട് ഡിഫറൻസേ ഉള്ളൂ ഞങ്ങൾ രണ്ടാൾ തമ്മിൽ ലഭിച്ച LDF വോട്ടിൻ്റെ വ്യത്യാസം. ഞങ്ങൾ തമ്മിലൊന്ന് വ്യക്തിപരമായി നിങ്ങൾ അളന്നു നോക്കൂ. എന്നെക്കാൾ എത്രയോ ഉയരത്തിലുള്ള ആളാണ്, എത്രയോ എക്സ്പീരിയൻസ് ഉള്ളതാണ്, എത്രയോ പ്രാവശ്യം വിജയിച്ചതാണ്, മന്ത്രിയായതാണ്. അപ്പോൾ അത്രയും വലിയ ഒരാളും ആദ്യമായി മത്സരിക്കാൻ വരുന്ന ഞാനും തമ്മിൽ വ്യത്യാസം 2000 വോട്ടിൻ്റെ അകലമല്ല ഉള്ളത്. പക്ഷേ പേഴ്സണൽ വോട്ടിന് വളരെ ചെറിയ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. പൊളിറ്റിക്കൽ വോട്ടാണ് പ്രധാനം. ആ രാഷ്ട്രീയ വോട്ട് ഉറപ്പിച്ച് അതിൻ്റെ കൂടെ പേഴ്സണലായി ആര് മത്സരിച്ചാലും ആ മത്സര സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ട് കൂടി ചേരുമ്പോഴാണ് ഇടതുപക്ഷം ജയിക്കാൻ കഴിയുന്നത്. വികസനത്തിന് വോട്ടുണ്ട്. ആ വികസനത്തിന്
നല്ല മര്യാദയ്ക്ക് LDF സർക്കാരിൻ്റെ ഭാഗമായ അമ്പലപ്പുഴയിൽ ഉൾപ്പെടെ വികസനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തിപരമായ നേട്ടത്തെക്കാളപ്പുറം ഒരു LDF സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ നേട്ടമാണ്. ആ നേട്ടമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ സംബന്ധമായി പാർട്ടി യഥാസമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. അതാണ് വികസനം എണ്ണി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുമെന്നതിനെയാണ് H. സലാം സൂചിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ആലുവ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ബലിതർപ്പണം തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രി ശിവരാത്രി വിളക്കിന് ശേഷം ആരംഭിച്ച ബലിതർപ്പണം ഇന്ന് ഉച്ചവരെ നടക്കും. തന്ത്രി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, ആലുവ ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയല്ലേ? വലിയ തിരക്കുണ്ടോ ഇപ്പോഴും അവിടെ? മായ, ശിവക്ഷേത്രത്തിൽ ഈ ആലുവ പുഴയുടെ തീരത്തുള്ള ബലിതർപ്പണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശിവരാത്രി ദിനം മുതൽ ആരംഭിച്ചതാണ്. ഇത് നാളെ വരെ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ശിവരാത്രി ബലിതർപ്പണം ഇന്ന് ഉച്ചവരെയാണ് നടക്കുന്നത്. അതായത് ഇന്നലെ രാത്രി ഈ 12 മണിയോടുകൂടി നടന്ന ശിവരാത്രി വിളക്കോടുകൂടിയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായത്. പിന്നീട് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണം അത് ഇന്ന് ഉച്ചവരെ തുടരും. എന്നാൽ നാളെ അമാവാസി ദിനമായതുകൊണ്ട് തന്നെ നാളെയും ബലിതർപ്പണം തുടരും എന്നുള്ളൊരു കാര്യമാണ്. നാളെയും ബലിതർപ്പണം നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തരാണ് ഇതിനോടകം തന്നെ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ശിവരാത്രി ദിനമായതുകൊണ്ട് തന്നെ രാത്രി ഉറക്കമൊഴിച്ച് ഈ ശിവഭജനത്തിൽ ഏർപ്പെട്ടിരുന്ന നിരവധി ഭക്തരുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് മണപ്പുറത്ത് ബലിതർപ്പണം കൂടി നടത്തിയതിന് ശേഷം ആളുകൾ മടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 116ഓളം ബലിതറകളാണ് ഇത്തവണത്തെ ശിവരാത്രി ഉത്സവങ്ങളോട് ബന്ധപ്പെട്ട് ആലുവയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം ഒരേ സമയം തന്നെ 1000-ലധികം പേർക്ക് ഒരുമിച്ച് ബലിതർപ്പണം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമായിരുന്നു ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്താനും അതിനുശേഷം ആലുവ പുഴയിൽ കുളിച്ച് മറ്റ് ചടങ്ങുകളിൽ കൂടി ഭാഗമാകാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. രാത്രി ഈ ശിവരാത്രി വിളക്കും അതോടൊപ്പമുള്ള മറ്റ് ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ ഈ ബലിതർപ്പണം കൂടി നടക്കുകയാണ്. ബലിതർപ്പണം നടന്നതിന് ശേഷം ഇനി നാളെയും, അതായത് അമാവാസി ദിനമാണ്, നാളെയും ബലിതർപ്പണം നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ ആലുവയിൽ ഒരുക്കിയിട്ടുണ്ട്. കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആലുവ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ബലിതർപ്പണം ഇപ്പോഴും തുടരുകയാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കൊല്ലം സ്വദേശിയായ ഗായിക വർഷ രഞ്ജിത്ത്. 2020 മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരമാണ് ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച തായ്നിലം എന്ന ചിത്രത്തിലെ ആകായം മേലെ എന്ന ഗാനത്തിലൂടെ വർഷയ്ക്ക് ലഭിച്ചത്. 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിലെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സമ്മാനിച്ചത്. 2020 ஆண்டுக்கான திரைப்பட விருதுகள் வழங்கப்பட்டு வருகின்றன. சிறந்த பின்னணி பாடகி விருது பெற்றுக் கொள்கிறார்கள் திருமதி வர்ஷா ரஞ்சித் அவர்கள். മികച്ച ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച വർഷ രഞ്ജിത്ത് കൊല്ലം മുണ്ടക്കൽ സ്വദേശിനിയാണ്. വർഷ രഞ്ജിത്തിന്റെ സംഗീത വിശേഷങ്ങൾ നമുക്ക് വർഷ രഞ്ജിത്തിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയായിരുന്നു ഈ പുരസ്കാരത്തിലേക്കുള്ള വർഷയുടെ യാത്ര? എന്താ പറയണ്ടേ, ഔസേപ്പച്ചൻ സാറിൻ്റെ സോങ് ആണ് ഇത്. ആക്ച്വലി ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം താമരൈ മാമാണ് നമുക്ക് ലിറിക്സ്. അപ്പം മാമിനും സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് ഫോർ ദ സെയിം സോങ്, അതേ ഇയറിലുണ്ട്. അപ്പം താമരൈ മാം ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഒരു ഇങ്ങനെ സോങ് ഇങ്ങനെ ഒരാൾ പാടണം, നമുക്കൊരു ഫാദർ ഡോട്ടർ ഒരു ബോണ്ട് ഒരു സ്റ്റോറിയാണ്. അപ്പം നല്ലൊരു 13-14 വയസ്സുള്ളൊരു കുട്ടിയെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഔസേപ്പച്ചൻ സാർ. അപ്പം താമരൈ മാമിൻ്റെ മൈൻഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻചാർജ് ഉണ്ട് KD വിൻസെൻ്റ് അങ്കിളുടെ മൈൻഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ 2 പേരും ഞാൻ തന്നെയായിരുന്നു, എന്നെ തന്നെയായിരുന്നു പറഞ്ഞത്. സംഗീതത്തോട് ഒരുപാട് താല്പര്യമുണ്ട്, സംഗീതം പഠിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ അതിൽ ഭാഷാ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ 12th വരെ ചെന്നൈയിലായിരുന്നു. പിന്നെയാണ് കേരളത്തിലോട്ട് മാറിയത്. അപ്പം തമിഴ് എനിക്ക് നല്ല ഉണക്ക് വായിക്കാനും എഴുതാനും ഒക്കെ, മലയാളത്തിനെക്കാട്ടും എനിക്ക് കൂടുതൽ അറിയാവുന്ന തമിഴാണ്. അപ്പോൾ അതെനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതൊരു അടിപൊളിയൊരു സോങ് ആണ് ഔസേപ്പച്ചൻ സാറിൻ്റെ. വരികളാണെങ്കിലും താമരൈ മാം അടിപൊളിയൊരു സ്റ്റോറിയും എല്ലാം അടിപൊളിയാണ്.
അപ്പോൾ നമ്മളിത് പാടുന്ന സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, നല്ലൊരു പാട്ടാണ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവാർഡിൻ്റെ രീതിയിൽ ഞാൻ ചിന്തിക്കുന്നില്ല ആക്ച്വലി. അതും ഇപ്പോൾ 2020 അവാർഡ് ഇപ്പോൾ 2026 ഇതിപ്പോൾ പറയുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്കൊരു, ഞാൻ ഇങ്ങനെ ആലോചിക്കും അങ്ങനെ ശരിക്കും കിട്ടിയതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ ന്യൂസ് അറിഞ്ഞപ്പം. ഫിലിമിൻ്റെ പേര് തായ്നിലം, തമിഴ് ഫിലിം. സോങ്ങിൻ്റെ പേര് ആകായം മേലെ. ഇനി പാട്ടിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ആ പാട്ടൊന്ന് പാടാം അല്ലേ? ഓ തീർച്ചയായിട്ടും. ആകായം മേലെ അപ്പാനെ കീഴേ மீளா உறக்கம் கொள்கின்றாய் காற்று நீ കൺമൂടി. നല്ല ഫീലുണ്ട് ആ പാട്ടില്ലേ? പാടിയ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു അനുഭവിച്ച ആ ഒരു ഫീൽ? അത് ഇപ്പം എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. ആ ഒരു ഞാൻ പാടിയ ടൈം 14ാമത്തെ വയസ്സിലാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ആ ഒരു ഏജിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാര്യം അത്രയും സീരിയസ് ആയിട്ട് വരുന്ന ഒരു ഏജ് അല്ലല്ലോ, കുറേയും കൂടെ ചെറുതല്ലേ. ഒരു അച്ഛൻ ഇങ്ങനെ മരിക്കുന്ന ഒരു സിറ്റുവേഷനിലും വരുന്ന ഒരു സോങ് ആണിത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലായി. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ ട്യൂണും കേട്ടപ്പോൾ പിന്നെ തീർന്നു. അങ്ങനെ കരഞ്ഞ് വിഷമം ചെയ്യുന്നപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഔസേപ്പച്ചൻ സാർ പറഞ്ഞത്, മോളെ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇനി നമ്മൾ തിരിച്ച് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ, മലയാളത്തിൽ ഇതുവരെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അത് ഏതൊക്കെയാണ്? മലയാളത്തിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളവും തമിഴും ചേർത്ത് ഒരു 70+ ഫിലിംസിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതിലൊരു ഫിലിമായിരുന്നു തായ്നിലം. റീസെൻ്റ് ആയിട്ട് പാടിയത് അതിഭീകര കാമുകൻ ഫിലിമിലായിരുന്നു. ബിപിൻ അശോക് ചേട്ടനായിരുന്നു മ്യൂസിക്. അപ്പോൾ അതിൽ തണലാലി എന്നൊരു ക്ലൈമാക്സ് സോങ് ആണ് ഞാൻ പാടിയത്. വർഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവരുടെയും ചുണ്ടിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് വളരെ ഹിറ്റ് സോങ് ആയിരുന്നു. ആ പാട്ടിന് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, വർഷ എന്ന് പാടിയേ. ഓക്കെ. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. ആരാലും മനസ്സിൽ നല്ല പാട്ടാണ്, പാടാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. ഈ ഫിലിമിൽ തന്നെ ഞാൻ അലങ്കാര പുതുക്കങ്ങൾ സോങ്ങും പാടിയിട്ടുണ്ട്. ഓ, അതും വർഷ എന്ന് പാടിയാണ്. ഓക്കെ, അത് ആ രണ്ടുപേരും കൂടെ പ്ലീസ്. അലങ്കാര പുതുക്കങ്ങൾ അതിർപ്പം പോരാ, അതിനാലെ അതിപ്പങ്ങൾ തുടി താളങ്ങൾ എല്ലാരും ചെത്തും കല്യാണമായി കല്യാണമായി കല്യാണമായി. വളരെ മനോഹരമായ പാട്ട് അല്ലേ? ഈ ഇതിനിടയ്ക്ക് നാഷണൽ അവാർഡുകളിലേക്കൊക്കെ പരിഗണിക്കപ്പെട്ട ഒരു വാർത്തയുണ്ട്, കേട്ടിരുന്നു. അതിനെക്കുറിച്ചൊന്ന് എന്താണ് സംഭവം? അത് ഔസേപ്പച്ചൻ സാറിൻ്റെ തന്നെ ഫിലിമായിരുന്നു, ബാങ്ക്, അനശ്വര ചേച്ചി അഭിനയിച്ച്. അതും എനിക്ക് തോന്നുന്നൊരു 13-14 വയസ്സിൽ ഞാൻ പാടിയൊരു പാട്ടാണ്. 2 സോങ്സ് പാടിയായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വലത് ചെവിയിൽ നിന്നൊരു സോങ് ആണ്. നാഷണൽ അവാർഡ് നോമിനി ആയിരുന്നു ഞാൻ. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിനി അച്ഛനെയും അമ്മയും കൂടി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ? എനിക്കൊന്ന് വിളിക്കാമോ? അച്ഛനെ കണ്ടപ്പോഴാണ് എന്തോ ഒരു മുഖസാമ്യം, ആരോ ആയിട്ടൊരു മുഖസാമ്യം തോന്നുന്നു. ശരത്, മ്യൂസിക് ഡയറക്ടർ ശരത് സാർ. അതെ അതെ, എൻ്റെ വല്യച്ഛനാണ്. ശരത് സാറിന്റെ അനിയനാണിത്. ഓ ശരി, ഓക്കെ. ശരത് സാറിന്റെ അനിയനാണ്. പേരെങ്ങനെ? രഞ്ജിത്ത് വാസുദേവ്. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എങ്ങനെയാണ്? ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. ഞാനൊരു 4 മൂവി, മലയാളവും 2, തമിഴ് ഒരു 3 മൂവിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബംസ് നിറയെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മകൾ ഈ പാട്ടുരംഗത്തേക്ക് ഇറങ്ങി, അപ്പോൾ ഈ കുടുംബത്തിൽ ഈ ഒരു കല മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലേ? അപ്പം അതിലുള്ള ഒരു സന്തോഷവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. മകൾക്ക് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതെ അതെ അതെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൂടെ എവളെന്ന് പറഞ്ഞാൽ, ഈ മോളെന്ന് പറഞ്ഞാൽ ചെറുതിലേ തൊട്ട് അവൾക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ തന്നെ, ഞാൻ സീക്വൻസ് ചെയ്യിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ പേര് ഷീബ. എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും കലാപരമായിട്ടുള്ള? ഞാൻ BA മ്യൂസിക്കാണ് പഠിച്ചത്. എനിക്കിവിടെ നിറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ. ഇത് കേട്ടപ്പോൾ ശരത് സാറ് വിളിച്ചിരുന്നോ ഈ പുരസ്കാരം അറിഞ്ഞിട്ട്? ഓ തീർച്ചയായിട്ടും. മല്ലിച്ചൻ ഭയങ്കര തമാശയായിട്ട്, എടി നിനക്ക് അവാർഡ് കിട്ടിയല്ലേ, ആരോ മക്കളെ നിനക്ക് തന്നല്ലേ, ഭയങ്കര ഫണ്ണാട്ടോ അത്. പക്ഷെ പുറത്ത് ഒരാൾക്ക് കേൾക്കുമ്പം അത് എന്നാലും എന്ത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ വലിച്ചറിയുന്നത് തമാശയാണ്, അത് ആ രീതിയിലേ എടുക്കാവുള്ളൂ. അപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞേ ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു വല്യച്ഛൻ. ഇങ്ങനെ ഓരോരോ ന്യൂസ് വരുന്നത് എനിക്ക് അപ്പം എനിക്ക് അങ്ങനെ അയച്ചു തരും. ഞാൻ മ്യൂസിക്കായിട്ട് തന്നെ പോകാനാണ് ഞാൻ ഇതുവരെ
പ്ലാൻ ചെയ്യുന്നത്. പഠിത്തമായിട്ട് ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്, ഫാത്തിമയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ 3rd ഇയർ BCom ഫിനാൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം നോക്കട്ടെ, മ്യൂസിക്കിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. എന്താവണമെന്ന് അറിയില്ല. വർഷയ്ക്ക് ഈ സംഗീത ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു. ഒരുപാട് പാരമ്പര്യവും കൂടെ ഒക്കെ അവകാശപ്പെട്ടാണ് വർഷ സംഗീത ലോകത്തേക്ക് കടന്നു വന്നത്. ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയത്. പക്ഷേ സംഗീത ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ കിട്ടിയിരുന്നു വർഷയ്ക്ക്, അല്ലേ? അതെ അതെ. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അച്ഛനോടാണ്. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ബിന്നി മാമിൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന നന്ദിനി മിസ്സിൻ്റെ അടുത്താണ്. സോ എൻ്റെ ഗുരുക്കന്മാർക്ക് ആദ്യമേ തന്നെ നന്ദി. പിന്നെ പറയാനുള്ളത് എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് ഇവരെനിക്ക്. ഇപ്പം മ്യൂസിക്കൽ ഫീൽഡ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ മാമനാണല്ലോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അവർക്കൊക്കെ ആദ്യമേ നന്ദി പറയാം. പിന്നെ ഈ ഫിലിമിന് എനിക്ക് അവസരം തന്ന താമരൈ മാം, പിന്നെ വിൻസെൻ്റ് അങ്കിൾ, പിന്നെ ഔസേപ്പച്ചൻ സാറിന് ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദ സോങ്. പിന്നെ നമ്മുടെ ഈ തായ്നിലം ഹോൾ ക്രൂവിന്, ഡയറക്ടർ അഭിലാഷ് സാറിനും, പിന്നെ ആക്ട് ചെയ്ത അമർ രാമചന്ദ്രൻ സാറിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ദൈവത്തിന് നന്ദി. തീർച്ചയായും വർഷയിൽ നിന്നും ഇതേപോലെ ജനങ്ങൾ ആസ്വദിക്കുന്ന, നമ്മളുടെയൊക്കെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന, ഉയർന്നു കേൾക്കുന്ന ഒരുപിടി നല്ല കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകൾ അമൃത TVയും വർഷയ്ക്ക് കുടുംബത്തിന് നേരുകയാണ്. പ്രദീപ് വാളത്തുങ്ങിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കൊല്ലം സ്വദേശിയായ ഗായിക വർഷ രഞ്ജിത്ത്. 2020 മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരമാണ് ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച തായ്നിലം എന്ന ചിത്രത്തിലെ ആകായം മേലെ എന്ന ഗാനത്തിലൂടെ വർഷയ്ക്ക് ലഭിച്ചത്. 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിലെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സമ്മാനിച്ചത്. 2020ஆம் ஆண்டுக்கான திரைப்பட விருதுகள் வழங்கப்பட்டு வருகின்றன. சிறந்த பின்னணி பாடகி விருது பெற்றுக் கொள்கிறார்கள் திருமதி வர்ஷா ரஞ்சித் அவர்கள். മികച്ച ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച വർഷ രഞ്ജിത്ത് കൊല്ലം മുണ്ടക്കൽ സ്വദേശിനിയാണ്. വർഷ രഞ്ജിത്തിന്റെ സംഗീത വിശേഷങ്ങൾ നമുക്ക് വർഷ രഞ്ജിത്തിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയായിരുന്നു ഈ പുരസ്കാരത്തിലേക്കുള്ള വർഷയുടെ യാത്ര? എന്താ പറയണ്ടേ, ഔസേപ്പച്ചൻ സാറിൻ്റെ സോങ് ആണ് ഇത്. ആക്ച്വലി ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം താമരൈ മാമാണ് നമുക്ക് ലിറിക്സ്. അപ്പം മാമിനും സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് ഫോർ ദ സെയിം സോങ്, അതേ ഇയറിലുണ്ട്. അപ്പം താമരൈ മാം ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഒരു ഇങ്ങനെ സോങ് ഇങ്ങനെ ഒരാൾ പാടണം, കാര്യം ഒരു ഫാദർ ഡോട്ടർ ഒരു ബോണ്ട് ഒരു സ്റ്റോറിയാണ്. അപ്പം നല്ലൊരു 13-14 വയസ്സുള്ളൊരു കുട്ടിയെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഔസേപ്പച്ചൻ സാർ. അപ്പം താമരൈ മാമിൻ്റെ മൈൻഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇൻചാർജ് ഉണ്ട് KD വിൻസെൻ്റ് അങ്കിളുടെ മൈൻഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ 2 പേരും ഞാൻ തന്നെയായിരുന്നു, എന്നെ തന്നെയായിരുന്നു പറഞ്ഞത്. സംഗീതത്തോട് ഒരുപാട് താല്പര്യമുണ്ട്, സംഗീതം പഠിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ അതിൽ ഭാഷാ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ 12th വരെ ചെന്നൈയിലായിരുന്നു. പിന്നെയാണ് കേരളത്തിലോട്ട് മാറിയത്. അപ്പം തമിഴ് എനിക്ക് നല്ല ഉണക്ക് വായിക്കാനും എഴുതാനും ഒക്കെ, മലയാളത്തിനെക്കാട്ടും എനിക്ക് കൂടുതൽ അറിയാവുന്ന തമിഴാണ്. അപ്പോൾ അതെനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതൊരു അടിപൊളിയൊരു സോങ് ആണ് ഔസേപ്പച്ചൻ സാറിൻ്റെ. വരികളാണെങ്കിലും താമരൈ മാം അടിപൊളിയൊരു സ്റ്റോറിയും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് പാടുന്ന സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, നല്ലൊരു പാട്ടാണ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവാർഡിൻ്റെ രീതിയിൽ ഞാൻ ചിന്തിക്കുന്നില്ല ആക്ച്വലി. അതും ഇപ്പോൾ 2020 അവാർഡ് ഇപ്പോൾ 2026 ഇതിപ്പോൾ പറയുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്കൊരു, ഞാൻ ഇങ്ങനെ ആലോചിക്കും അങ്ങനെ ശരിക്കും കിട്ടിയതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ ന്യൂസ് അറിഞ്ഞപ്പം. ഫിലിമിൻ്റെ പേര് തായ്നിലം, തമിഴ് ഫിലിം. സോങ്ങിൻ്റെ പേര് ആകായം മേലെ. ഇനി പാട്ടിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ പാട്ടൊന്ന് പാടാം അല്ലേ? ഓ തീർച്ചയായിട്ടും. ആകായം മേലെ അപ്പാനി കീഴേ மீளா உறக்கம் கொள்கின்றாய் காற்று நீ കൺമൂടി. നല്ല ഫീലുണ്ട് ആ പാട്ടില്ലേ? പാടിയ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു അനുഭവിച്ച ആ ഒരു ഫീൽ? അത് ഇപ്പം എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. ആ ഒരു ഞാൻ പാടിയ ടൈം 14ാമത്തെ വയസ്സിലാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ആ ഒരു ഏജിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാര്യം അത്രയും സീരിയസ് ആയിട്ട് വരുന്ന ഒരു ഏജ് അല്ലല്ലോ, കുറേ കൂടെ ചെറുതല്ലേ. ഒരു അച്ഛൻ ഇങ്ങനെ മരിക്കുന്ന ഒരു സിറ്റുവേഷനിലും വരുന്ന ഒരു സോങ് ആണിത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലായി. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ ട്യൂണും കേട്ടപ്പോൾ പിന്നെ തീർന്നു. അങ്ങനെ കരഞ്ഞ് വിഷമം ചെയ്യുന്നപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഔസേപ്പച്ചൻ സാർ പറഞ്ഞത്, മോളെ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇനി നമ്മൾ തിരിച്ച് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ, മലയാളത്തിൽ ഇതുവരെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അത് ഏതൊക്കെയാണ്? മലയാളത്തിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളവും തമിഴും ചേർത്ത് ഒരു 70+ ഫിലിംസിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതിലൊരു ഫിലിമായിരുന്നു തായ്നിലം. റീസെൻ്റ് ആയിട്ട് പാടിയത് അതിഭീകര കാമുകൻ ഫിലിമിലായിരുന്നു. ബിപിൻ അശോക് ചേട്ടനായിരുന്നു മ്യൂസിക്.
അപ്പോൾ അതിൽ തണലാലി എന്നൊരു ക്ലൈമാക്സ് സോങ് ആണ് ഞാൻ പാടിയത്. വർഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും ചുണ്ടിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് വളരെ ഹിറ്റ് സോങ് ആയിരുന്നു. ആ പാട്ടിന് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, വർഷ എന്ന് പാടിയേ. ഓക്കെ. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. നല്ല പാട്ടാണ്, പാടാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. ഈ ഫിലിമിൽ തന്നെ ഞാൻ അലങ്കാര പുതുക്കങ്ങൾ സോങ്ങും പാടിയിട്ടുണ്ട്. ഓ, അതും വർഷ എന്ന് പാടിയാണ്. ഓക്കെ, അത് ആ രണ്ടുപേരും ഇവിടെ പ്ലീസ്. അലങ്കാര പുതുക്കങ്ങൾ അതിർപ്പം പോരാ, അതിനാലെ അതിപ്പങ്ങൾ തുടി താളങ്ങൾ എല്ലാവരും ചെത്തും കല്യാണമായി കല്യാണമായി കല്യാണമായി. വളരെ മനോഹരമായ പാട്ട് അല്ലേ? ഈ ഇതിനിടയ്ക്ക് നാഷണൽ അവാർഡുകളിലേക്കൊക്കെ പരിഗണിക്കപ്പെട്ട ഒരു വാർത്തയുണ്ട്, കേട്ടിരുന്നു. അതിനെക്കുറിച്ചൊന്ന് എന്താണ് സംഭവം? അത് ഔസേപ്പച്ചൻ സാറിൻ്റെ തന്നെ ഫിലിമായിരുന്നു, ബാങ്ക്, അനശ്വര ചേച്ചി അഭിനയിച്ച. അതും എനിക്ക് തോന്നുന്നൊരു 13-14 വയസ്സിൽ ഞാൻ പാടിയൊരു പാട്ടാണ്. 2 സോങ്സ് പാടിയായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വലത് ചെവിയിൽ നിന്നൊരു സോങ് ആണ്. നാഷണൽ അവാർഡ് നോമിനി ആയിരുന്നു ഞാൻ. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിനി അച്ഛനെയും അമ്മയും കൂടി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ? എനിക്കൊന്ന് വിളിക്കാമോ? അച്ഛനെ കണ്ടപ്പോഴാണ് എന്തോ ഒരു മുഖസാമ്യം, ആരോ ആയിട്ടൊരു മുഖസാമ്യം തോന്നുന്നു. ശരത്, മ്യൂസിക് ഡയറക്ടർ ശരത് സാർ. അതെ അതെ, എൻ്റെ വല്യച്ഛനാണ്. ശരത് സാറിന്റെ അനിയനാണത്. ഓ ശരി, ഓക്കെ. ശരത് സാറിന്റെ അനിയനാണ്. പേരെങ്ങനെ? രഞ്ജിത്ത് വാസുദേവ്. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എങ്ങനെയാണ്? ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. ഞാനൊരു 4 മൂവി, മലയാളവും 2, തമിഴ് ഒരു 3 മൂവിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബംസ് നിറയെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മകൾ ഈ പാട്ടുരംഗത്തേക്ക് ഇറങ്ങി, അപ്പോൾ ഈ കുടുംബത്തിൽ ഈ ഒരു കല മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇല്ലേ? അപ്പം അതിലുള്ള ഒരു സന്തോഷവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. മകൾക്ക് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതെ അതെ അതെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൂടെ എവളെന്ന് പറഞ്ഞാൽ, ഈ മോളെന്ന് പറഞ്ഞാൽ ചെറുതിലേ തൊട്ട് അവൾക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ തന്നെ ഞാൻ സീക്വൻസ് ചെയ്യിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ പേര് ഷീബ. എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും കലാപരമായിട്ടുള്ള? ഞാൻ BA മ്യൂസിക്കാണ് പഠിച്ചത്. എനിക്കിവിടെ നിറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ. ഇത് കേട്ടപ്പോൾ ശരത് സാറ് വിളിച്ചിരുന്നോ ഈ പുരസ്കാരം അറിഞ്ഞിട്ട്? ഓ തീർച്ചയായിട്ടും. മത്സ്യം ഭയങ്കര തമാശയായിട്ട്, എടി നിനക്ക് അവാർഡ് കിട്ടിയല്ലേ, ആരാ മക്കളെ നിനക്ക് തന്നല്ലേ, ഭയങ്കര ഫണ്ണാട്ടോ അത്. പക്ഷെ പുറത്ത് ഒരാൾക്ക് കേൾക്കുമ്പം അത് എന്നാലും എന്ത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് പണ്ട് തൊട്ട് വലിച്ചറിയുന്ന തമാശയാണ്, അത് ആ രീതിയിലേ എടുക്കാവുള്ളൂ. അപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞേ ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു വലിച്ചൻ. ഇങ്ങനെ ഓരോരോ ന്യൂസ് വരുന്നത് എനിക്ക് അപ്പം എനിക്ക് അങ്ങനെ അയച്ചു തരും. ഞാൻ മ്യൂസിക്കായിട്ട് തന്നെ പോകാനാണ് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്യുന്നത്. പഠിത്തമായിട്ട് ഇപ്പം കോളേജിൽ പഠിക്കുകയാണ്, ഫാത്തിമയെന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ 3rd ഇയർ BCom ഫിനാൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം നോക്കട്ടെ, മ്യൂസിക്കിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. എന്താവണമെന്ന് അറിയില്ല. വർഷയ്ക്ക് ഈ സംഗീത ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു. ഒരുപാട് പാരമ്പര്യവും കൂടെ ഒക്കെ അവകാശപ്പെട്ടാണ് വർഷ സംഗീത ലോകത്തേക്ക് കടന്നു വന്നത്. ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയത്. പക്ഷേ സംഗീത ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ കിട്ടിയിരുന്നു വർഷയ്ക്ക് അല്ലേ? അതെ അതെ. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അച്ഛനോടാണ്. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ബിന്നി മാമിൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന നന്ദിനി മിസ്സിൻ്റെ അടുത്താണ്. സോ എൻ്റെ ഗുരുക്കന്മാർക്ക് ആദ്യമേ തന്നെ നന്ദി. പിന്നെ പറയാനുള്ളത് എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ, ഭയങ്കര സപ്പോർട്ടാണ് ഇവരെനിക്ക്. ഇപ്പം മ്യൂസിക്കൽ ഫീൽഡ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ മാമനാണല്ലോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അവർക്കൊക്കെ ആദ്യമേ നന്ദി പറയാം. പിന്നെ ഈ ഫിലിമിന് എനിക്ക് അവസരം തന്ന താമരി മാം, പിന്നെ വിൻസെൻ്റ് അങ്കിൾ, പിന്നെ ഔസേപ്പച്ചൻ സാറിന് ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് എ സോങ്. പിന്നെ നമ്മുടെ ഈ തായ്നിലം ഹോൾ ക്രൂവിന്, ഡയറക്ടർ അഭിലാഷ് സാറിനും, പിന്നെ ആക്ട് ചെയ്ത അമർ രാമചന്ദ്രൻ സാറിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ദൈവത്തിന് നന്ദി. തീർച്ചയായും വർഷയിൽ നിന്നും ഇതേപോലെ ജനങ്ങൾ ആസ്വദിക്കുന്ന, നമ്മളുടെയൊക്കെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന, ഉയർന്നു കേൾക്കുന്ന ഒരുപിടി നല്ല കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകൾ അമൃത TVയും വർഷയ്ക്ക് കുടുംബത്തിന് നേരുകയാണ്. പ്രദീപ് വാളത്തുങ്ങിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കഴിഞ്ഞ 10 വർഷം അടിസ്ഥാന സൗകര്യ വികസനം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയുള്ള ഫണ്ടിങ്ങിലൂടെയാണെന്ന് മന്ത്രി GR അനിൽ.
കേന്ദ്ര സർക്കാരിന്റെ പ്രയാസപ്പെടുത്തുന്ന സാമ്പത്തിക നിലപാടുകൾക്കിടയിലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ പലതും നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിംഗ് കിഫ്ബി വഴിയാണ് യാഥാർത്ഥ്യമാക്കിയതെന്നും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും വിപുലമാക്കാനും നമുക്ക് സാധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ നിർണായകമായ ഇടപെടലാണ് കിഫ്ബി വഴി നടത്താൻ സാധിച്ചത്. കഴിഞ്ഞ 10 വർഷം അടിസ്ഥാന സൗകര്യ വികസനം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയുള്ള ഫണ്ടിങ്ങിലൂടെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന സാമ്പത്തിക നിലപാടുകൾ കേരളത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വരികയുണ്ടായി. ബഡ്ജറ്റിലൂടെ അനുവദിക്കുന്ന തുക പരിമിതമായതുകൊണ്ട് തന്നെ മേജർ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു. ഈ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ പലതും, ഇപ്പം വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ദേശീയപാതയുടെ വികസനം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വാട്ടർ മെട്രോ, ഇങ്ങനെ തുടങ്ങി തുരങ്കപാത, ഇങ്ങനെ തുടങ്ങി നിരവധി കേരളത്തിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റമുള്ള ജനങ്ങളുടെ പൊതു താല്പര്യമനുസൃതമായ പദ്ധതികൾ. ഭാവി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഈ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കോടാനുകോടി രൂപയുടെ ആവശ്യമാണ് വന്നത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ടിങ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതികൾ ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. ഓരോ ജില്ലകൾ നോക്കിയാൽ ജില്ലകളിലെ നിരവധിയായ മേൽപ്പാലങ്ങൾ, റോഡിൻ്റെ വികസനം BMBC നിലവാരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത്, സർക്കാർ സ്കൂളുകളുടെ ബഹുനില കെട്ടിട നിർമ്മാണങ്ങൾ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ ഓഫീസുകൾ, റവന്യൂ താലൂക്ക് നിലവാര ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും, അതുപോലെ ആശുപത്രികൾ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികൾ, ഇങ്ങനെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലും നടന്ന വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ്. ഭരണ പ്രതിപക്ഷ മണ്ഡലങ്ങൾ വ്യത്യാസമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. എൻ്റെ മണ്ഡലത്തിൽ നെടുമങ്ങാട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2000 കോടിയോളം രൂപ കിഫ്ബി ഫണ്ടിലൂടെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അതുകൊണ്ട് മാത്രമാണ് നെടുമങ്ങാടുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന പഴയിലയിൽ നിന്ന് പഴകുറ്റിയിലേക്ക് പോകുന്ന, നെടുമങ്ങാടേക്ക് പോകുന്ന 9.5 കിലോമീറ്റർ റോഡ് തിരുവനന്തപുരം നഗരത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമെന്ന നിലയിൽ, തൊട്ടടുത്ത പട്ടണമെന്ന നിലയിൽ നെടുമങ്ങാടിൻ്റെ മുഖച്ഛായ മാറാൻ ഏറെ സഹായിക്കുന്ന ആ 4 വരി പാത 1300 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. 1-2 റീച്ചിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. 3ാമത്തെ റീച്ചിലെ വസ്തു ഉടമകളുടെ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3 റീച്ചായി ആ പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യമാകാൻ കഴിയുന്ന അന്തരീക്ഷം ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ നെടുമങ്ങാട് നിന്ന് MC റോഡ് NH പോകുന്ന, മംഗലാപുരത്തേക്ക് പോകുന്ന പഴകുറ്റി മംഗലാപുരം 20 കിലോമീറ്റർ റോഡ്, അത് 2 റീച്ചിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 1 റീച്ചിൻ്റെ വസ്തു ഉടമകളുടെ പണം കൊടുക്കുന്ന വർക്കിലേക്ക് നീങ്ങുകയാണ്. കണിയാപുരത്തെയും പെട്രോഡിലെയും മേൽപ്പാലങ്ങൾ, അണ്ടൂർക്കോണം പഞ്ചായത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ദൈനംദിനം അനുഭവിക്കുന്ന ദുരിതമാണ് റെയിൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. റെയിൽവേ ഉണ്ടായ നാൾ മുതൽ ഉള്ള ആവശ്യമാണ് റെയിൽവേ മേൽപ്പാലം ഉണ്ടാകണമെന്നത്. എന്നാൽ ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. 100 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ച് വസ്തു അക്വയർ ചെയ്യുന്ന നടപടിയിലേക്ക് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. നെടുമങ്ങാട് ആശുപത്രി താലൂക്ക് ജില്ലാ നിലവാരത്തിലേക്ക് എത്തുമ്പോഴും കെട്ടിടങ്ങളുടെ പരിമിതികൾ കാരണം വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക്. ആ ജില്ലാ ആശുപത്രിക്ക് 90 കോടി രൂപ അതിൻ്റെ പദ്ധതി ഈ വരുന്ന 22 തുടക്കം കുറിക്കാൻ പോവുകയാണ്.
അതുപോലെ തൊട്ടടുത്ത് നെടുമങ്ങാട് മാർക്കറ്റ്. നെടുമങ്ങാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമാണ് ചന്ത സമരം. മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങൾ. ആ മാർക്കറ്റ് സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധിക്കുന്ന ഒരു കമ്പോളമാണ്. നെടുമങ്ങാട് മാർക്കറ്റ് ആധുനിക നിലയിലേക്ക് മാറാൻ 30 കോടി രൂപയുടെ പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് പട്ടണത്തിലെ ഗവൺമെൻറ് കോളേജ്, കെ.വി. സുരേന്ദ്രനാഥ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്, അതിൻ്റെ വിവിധ ബ്ലോക്കുകൾക്ക് കുട്ടികളുടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ, പെൺകുട്ടികൾക്ക് ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യങ്ങളടക്കം 10-13 കോടി രൂപ ആ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ച് അതിൻ്റെ നല്ലൊരു ഘട്ടം പ്രവൃത്തികൾ പൂർത്തിയാവുകയുണ്ടായി. അതുപോലെ പോളിടെക്നിക്കിൻ്റെ കാര്യം, അതുപോലെ റെസ്റ്റ് ഹൗസിൻ്റെ കാര്യത്തിൽ ഈ ഗവൺമെൻറ് കാലത്താണ് ആ പ്രവൃത്തി ആരംഭിച്ച് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 48 ലക്ഷം രൂപയിലധികം വരുമാനമുള്ള ഒരു കേന്ദ്രമായി അത് മാറുകയുണ്ടായി. അതുപോലെ തൊട്ടടുത്തുള്ള റവന്യൂ ടവർ, താലൂക്ക് റവന്യൂ ഓഫീസ്, ആ നിർമ്മാണവും ഈ ഗവൺമെൻറ് കാലത്ത് തുടക്കം കുറിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ 3-ാം വർഷം അത് പൂർത്തിയാക്കാനും കഴിഞ്ഞു. അതിന് ഏകദേശം 9.5 കോടി രൂപ ചെലവഴിച്ചു. നഗരത്തിലെയും നെടുമങ്ങാട് മണ്ഡലത്തിലെയും 11 ഗവൺമെൻറ് സ്കൂളുകൾ, പ്രൈമറി സ്കൂളുകൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾക്ക് 1 കോടി മുതൽ 5 കോടി 6 കോടി രൂപ വരെ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സ്കൂളിലെ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ച് കുട്ടികൾക്ക് ആവശ്യമായ പഠന സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ എണ്ണി പറയാവുന്ന നിരവധി പദ്ധതികൾ കിബി കൊണ്ട് മാത്രം യാഥാർത്ഥ്യമാക്കാൻ ഒരു മണ്ഡലത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുപോലെ ഓരോ മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ കിബിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് കിബിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ വിപുലമാക്കാനും നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം ലഭ്യമാകാനുള്ള വഴികളേതാ? ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. 2 സംസ്ഥാനത്തെ വിഭവങ്ങളുടെ ശേഖരണത്തിലൂടെ ധന സൗകര്യം മെച്ചപ്പെടുത്തിയെടുക്കലാണ്. നമ്മുടെ ധനസ്ഥിതി മേജർ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അത്തരം സാഹചര്യത്തിലാണ് പുതിയ വഴി തേടുന്നതിൻ്റെ ഭാഗമായി കിബിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖം തിരിച്ചത്. വിമർശനങ്ങൾ എന്തെല്ലാം പറയുമ്പോഴും ഇത്രയേറെ അടിസ്ഥാന സൗകര്യ വികസനം, അതിലൂടെ ഉണ്ടാക്കുന്ന വലിയ സാമ്പത്തിക നേട്ടം, വലിയ പുരോഗതി, ആ ഭാഗം നമ്മൾ കാണാതിരുന്നാലോ? യാതൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വിമർശനങ്ങളൊന്നുമേ ഉണ്ടാകില്ല. എന്നാൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായി ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ്. അതിൽ വസ്തുതയുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത്തരം പ്രവർത്തികൾ നമ്മുടെ നാടിന് എത്ര ഗുണം ചെയ്തു എന്ന നില എടുക്കുമ്പോഴാണ് കിബി ഫണ്ടിലൂടെ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ. ഇപ്പം വയനാട് തുരങ്കപാത, 3 മണ്ഡലത്തിൽ 2 മണ്ഡലവും പ്രതിപക്ഷമല്ലേ? ആ പ്രതിപക്ഷം നോക്കിയിട്ടല്ലല്ലോ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണണം. ദേശീയപാത, മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ആ ദേശീയപാത നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ കഴിയുന്നത്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും മലപ്പുറത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പദ്ധതികൾ ജനങ്ങൾക്ക് കേരളത്തെ ഒരു യൂണിറ്റാക്കി കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് ഭാവനാപൂർവമായി തയ്യാറാക്കിയത്. അതിൻ്റെ വിമർശനങ്ങളുടെ പോർഷൻ എന്താണെന്നോ അത് ഉൾക്കൊള്ളാൻ, ആ വിമർശനങ്ങൾ കഴമ്പുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ എപ്പോഴും ഗവൺമെൻറ് തയ്യാറാണ് എന്നുള്ളതാണ് സത്യം. ഇനി വിപണി വിലയിരുത്തലുകളുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്.
കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. IT മേഖലയിലുണ്ടായിട്ട് വലിയൊരു വിൽപ്പന സമ്മർദ്ദം കഴിഞ്ഞ ആഴ്ച വിപണിയെ വലിയൊരു നഷ്ടത്തിലേക്ക് നയിച്ചിരുന്നു. ആഗോള സാഹചര്യങ്ങളും അത്ര തൃപ്തികരമായിരുന്നില്ല. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന നടത്തി. കുറേ നാളുകൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിന് ശേഷം വെള്ളിയാഴ്ച ഏതാണ്ട് 7,000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ട് 25,500 എന്ന നിലവാരത്തിന് താഴെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. IT, ഓട്ടോ മേഖലയിലെല്ലാം ഈ ഒരു വിൽപ്പന പ്രകടവുമായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഒപ്പം തന്നെ IT മേഖലയിൽ വിൽപ്പന സമ്മർദ്ദം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖല, ഓട്ടോ മേഖല എന്നിവ കഴിഞ്ഞാൽ വിപണിയിൽ സൂചികകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖല എന്ന നിലയ്ക്ക് IT മേഖലയിലെ വിൽപ്പന സമ്മർദ്ദം വിപണിയെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചുകയറ്റം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇനി വിപണിയിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ വളരെ നിർണായകം തന്നെയായിരിക്കും. മറ്റ് രാജ്യങ്ങളുമായി വികസ്വര രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന മറ്റ് പ്രത്യേകിച്ചും സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടൊരു വിൽപ്പന മൊത്തത്തിൽ ഇന്ത്യയുടെ വിപണിയുടെ പ്രകടനത്തെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപങ്ങൾ വിൽപ്പന തുടരുകയും മറ്റു രാജ്യങ്ങളിലേക്ക് നിക്ഷേപം ക്രമീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് ഹ്രസ്വകാലത്തേക്ക് വിപണിയിലെ വിൽപ്പനയ്ക്ക് കാരണമായേക്കാം. എന്തായാലും ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ 25,500 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ താല്പര്യം അല്ലെങ്കിൽ ഒരു നിക്ഷേപ തുടർച്ച പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മാത്രമല്ല വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്നെന്തായാലും കഴിഞ്ഞ ആഴ്ച അവസാനിച്ചതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. സത്യത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ഏറ്റവും മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി എന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരി അനുഷ്ഠിക്കാനും അനുഭവിക്കാനുമുള്ളതാണ് ഈ രാത്രിയെന്നും അമ്മ പറഞ്ഞു. സത്യത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ഏറ്റവും മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി. എന്നാൽ ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി അനുഷ്ഠിക്കാനും അനുഭവിക്കാനുള്ളതാണ് ശിവരാത്രി. ലോക ജീവിത യാത്രയിലും ആധ്യാത്മിക യാത്രയിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട അനേക മൂല്യങ്ങളെക്കുറിച്ച് ശിവരാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാത്തിലും ഉപരി പരമമായ സത്യത്തിലേക്ക് ശിവനിലേക്ക് ഉയരാനുള്ള ആഹ്വാനമാണ് ശിവരാത്രി. മനുഷ്യ മനസ്സും ഇന്ദ്രിയങ്ങളും സാധാരണയായി ലോകവിഷയങ്ങളിലും ഭൗതിക കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖമാണ്. മനസ്സാകട്ടെ സദാ ചിന്താകർഷമാണ്. അങ്ങനെയുള്ള മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒരു ദിവസമെങ്കിലും പൂർണ്ണമായി ഈശ്വരസ്മരണയിലും ഈശ്വര ആരാധനയിലും നിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഈശ്വരൻ എന്നും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിപ്പുണ്ട്. നമ്മൾ നല്ല ഉറക്കത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ഉറക്കത്തെ കാണുന്ന സ്വപ്നം പോലെയാണ് നമ്മുടെ മിക്ക ജീവിതാനുഭവങ്ങൾ. അതിനൊരു അവസാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈശ്വരന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ത്യാഗം പോലെ നമുക്ക് ഉണർന്നിരിക്കാൻ ശ്രമിക്കണം. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണു തുറന്ന് ഇരിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നത്. ഇരുട്ടെന്നത് എടുത്തു മാറ്റാൻ പറ്റുന്നൊരു വസ്തുവല്ല. പ്രകാശം കൊണ്ടുവന്ന ഇരുട്ടില്ലാതാകും. അതുപോലെ നമ്മൾ ബോധം ഉണർമ്പോൾ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് മാറുന്നു. ശിവരാത്രി നൽകുന്ന ആത്മനിയന്ത്രണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉണർവിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അഷ്ടമൂർത്തികളിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുന്ന ഭഗവാനെ സർവ്വചരാചരങ്ങളിലും ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഉണർവിലേക്ക് വരാൻ കൃപ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ തകർപ്പൻ ജയവുമായി ഇന്ത്യ. പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 61 റൺസിനാണ് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത്. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇഷാൻ കിഷാന്റെ ബാറ്റിംഗ് മികവിലാണ് 175 റൺസ് നേടിയത്.
इस बार विकेट टू विकेट गेंद की ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ആധികാരിക ജയമായിരുന്നു ഇന്ത്യയുടേത്. ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. പതിവിന് വിപരീതമായി ആദ്യ ഓവറിൽ സ്പിന്നിനെ പരീക്ഷിച്ച പാകിസ്ഥാൻ അഭിഷേക് ശർമ്മയെ 0-ന് പുറത്താക്കിയത് ഇന്ത്യയെ ഞെട്ടിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് പതറാതെ ബാറ്റ് വീശുന്ന ഇഷാൻ കിഷനെയാണ്. 40 പന്തിൽ 77 റൺസ് എടുത്ത ഇഷാൻ മികച്ച അടിത്തറ നൽകി. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 175 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ബൌളർമാരുടെ മികവ് പാക് ബാറ്റർമാരെ അധികനേരം ക്രീസിൽ നിർത്തിയില്ല. പൊരുതാൻ പോലുമാകാതെ പാകിസ്ഥാൻ കീഴടങ്ങി. 18 ഓവറിൽ 114 റൺസിന് ഓൾ ഔട്ട്. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. നിലവിൽ ഗ്രൂപ്പ് എയിൽ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 1ാമതെത്തി സൂപ്പർ 8ലേക്ക് അനായാസം മുന്നേറിയപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പാകിസ്ഥാൻ പിന്തള്ളപ്പെട്ടു. ബുധനാഴ്ച നബീബിക്കെതിരെ നടക്കാനിരിക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്താകും. ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഹസ്തദാനം ഇത്തവണയും ഉണ്ടായില്ല. പെഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ഒരു മത്സരത്തിലും ഇന്ത്യ പാക് താരങ്ങൾ തമ്മിൽ ഹസ്തദാനം നടത്തിയിട്ടില്ല. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ. നമസ്കാരം.